ഇവിടെ ഈ ലേഡി അവരുടെ വീട്ടിലെ റോബോട്ട് തെറ്റായ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അത് അവരുടെ ഫാമിലിക്ക് ആപത്താണെന്ന് വിചാരിക്കുന്നു. അവർ അതിനെ തന്റെ മകനെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ട് നശിപ്പിക്കാൻ മനസ്സില്ലാതെ കാട്ടിൽ ഉപേക്ഷിക്കുന്നു. താൻ ഒരു റോബോട്ട് ആയതുകൊണ്ടാണ് അമ്മ തന്നെ കളഞ്ഞതെന്ന് വിചാരിച്ച അവൻ ഒരു റിയൽ ഹ്യൂമനായി മാറാൻ ആഗ്രഹിക്കുന്നു. അതിനായി അമ്മ പറഞ്ഞു കൊടുക്കാറുള്ള സ്റ്റോറിയിലെ ബ്ലൂ ഫെയറി അന്വേഷിച്ചു പോകുന്നു. അവസാനം അവൻ ആ ഫെയറിയെ കണ്ടെത്തി തന്റെ ആഗ്രഹം പറയുന്നു. അതിനുശേഷം 2000 വർഷം കഴിഞ്ഞ് കാണിക്കുന്നു. ആ സ്ഥലം ഫുള്ള് ഫ്രീസ് ആയിരിക്കുന്നു. അവിടേക്ക് കുറെ ഏലിയൻസ് വന്ന് ഇവനെ കണ്ടെത്തി അവന്റെ മെമ്മറീസ് റീഡ് ചെയ്യുന്നു. പിന്നീട് അവൻ കണ്ണു തുറക്കുമ്പോൾ അവൻ തന്റെ വീട്ടിലാണുള്ളത്. എന്നാൽ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ബ്ലൂ ഫെയറി വരുന്നു. അവനെ എങ്ങനെയാണ് കിട്ടിയതെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അവൻ അമ്മയെ പറ്റി ചോദിക്കുമ്പോൾ അമ്മ മരിച്ച് 2000 വർഷം കഴിഞ്ഞതുകൊണ്ട് അമ്മയെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ല, അല്ലെങ്കിൽ അമ്മയുടെ എന്തെങ്കിലും ബോഡി പാർട്സ് കിട്ടണമെന്ന് പറയുന്നു. അത് കേട്ട് ടെഡി ഇവന്റെ അടുത്തേക്ക് വന്ന് ഇവൻ ഒരു ദിവസം കട്ട് ചെയ്ത അമ്മയുടെ ഹെയർ എടുത്ത് കൊടുക്കുന്നു. അവൻ അത് ബ്ലൂ ഫെയറിക്ക് കൊടുക്കുന്നു. പിറ്റേന്ന് അവൻ അമ്മയുടെ റൂമിൽ വന്ന് നോക്കുന്നു. അവൻ വളരെയധികം ഹാപ്പി ആവുന്നു, കാരണം ഏലിയൻസ് അവന്റെ അമ്മയെ തിരികെ കൊണ്ടുവന്നിരിക്കുന്നു.